യുദ്ധ സാഹചര്യത്തിൽ യുഎഇയിൽ ഭക്ഷ്യസാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാൻ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി ഓരോ ദിവസവും ചെലവിടുന്നത് മണിക്കൂറുകളാണ്. പ്രത്യേക ദൌത്യസംഘം രൂപീകരിച്ചാണ് പ്രതിസന്ധി മറികടക്കാൻ ശ്രമിക്കുന്നതെന്നും ദിവസവും 2 മണിക്കൂർ വീതം ദൌത്യസംഘം യോഗം ചേരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. യുഎഇ സാമ്പത്തിക ടൂറിസം വകുപ്പ് മന്ത്രി ലുലു ഗ്രൂപ്പിന്റെ ഷാർജയിലെ ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഞാനെന്നും 2 മണിക്കൂർ അതിലിരിക്കുന്നുണ്ട്. കാരണം ഇതൊരു ക്രൈസിസ് ടൈമാണ്. ഈ രാജ്യത്തിന് നമ്മൾ മടക്കി കൊടുക്കേണ്ട സമയമാണ്. തന്നെയല്ല ഇവിടെ ജീവിക്കുന്നത് 4 മില്യൺ ഇന്ത്യക്കാരുണ്ട്. എൻ്റെ സഹോദരന്മാരും സഹോദരികളുമായ മലയാളികളുണ്ട്. അവർക്കൊക്കെ ഭക്ഷണ ടൈമിന് എത്തട്ടെ. കച്ചവടത്തിനും ലാഭത്തിനുമപ്പുറം മനുഷ്യത്വമുള്ള ഇടപെടൽ. 40 ലക്ഷത്തോളം ഇന്ത്യക്കാരുള്ള യുഎഇയിൽ പ്രവാസികൾക്കും സ്വദേശികൾക്കും ഭക്ഷ്യസാധനങ്ങൾ ഉറപ്പാക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി വിശദീകരിച്ചത്. ചരക്ക് നീക്കത്തിന് പ്രതിസന്ധിയില്ലാത്ത രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ചു. വിലവർധന തടയാൻ പരമാവധി ഇടപെടൽ നടത്തി. അതുകൊണ്ട് തന്നെ യുഎഇയിലെ വിപണിയിൽ അവശ്യ സാധനങ്ങൾ കിട്ടാതെ വരുമെന്ന ആശങ്ക വേണ്ടെന്ന് ഉറപ്പിച്ചു പറയും എം.എ. യൂസഫ് അലി. ഒരു പാനിക് ആവേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ഭരണാധികാരികൾ വളരെ വിശാല ഹൃദയരാണ്. അവർ പറഞ്ഞു ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും ഭക്ഷണം അവൈലബിൾ ആക്കേണ്ട ചുമതല ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്കാണ്. ഒരു വ്യത്യാസം ഇവിടുത്തെ നാഷണൽസും നോൺ നാഷണൽസിനും പാടില്ല. ഷാർജയിലെയും ദുബായിലെയും ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ യുഎഇയിലെ ഉന്നത ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. യുഎഇയിലെ സാമ്പത്തിക ടൂറിസം മന്ത്രി അബ്ദുള്ള ബിൻ തൗക്ക് അൽമറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘമാണ് ഷാർജ സെൻട്രൽ മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിച്ചത്. വിപണിയിൽ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാൻ സ്വീകരിച്ച നടപടികൾ എം.എ. യൂസഫ് അലി മന്ത്രിയോട് വിശദീകരിച്ചു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.